ഞാൻ സ്മിത വർമ്മ, താന്ത്രക ഫാഷൻ സ്റ്റുഡിയോൻ്റെ ഡയറക്ടറാണ്. നമ്മുടെ താന്ത്രക ഉടലെടുത്തിട്ട് മാർച്ച് 31 3 കൊല്ലം തികഞ്ഞു. അപ്പോൾ 3 കൊല്ലം ആയപ്പോഴത്തേക്കും നമ്മളുടെ താന്ത്രക്കയിൽ 13 സ്റ്റേറ്റിൻ്റെ പ്രോഡക്റ്റുകളായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അറിയുന്ന മാതിരി പല സ്റ്റേറ്റുകളിലും അവരുടേത് മാത്രമായിട്ടുള്ള തനത് എന്താ പറയുക ഹാൻഡ്ലൂംസും ഹാൻഡിക്രാഫ്റ്റും എല്ലാം നമ്മൾ എല്ലാ 2-3 മാസം കൂടുമ്പോഴും ഓരോ സ്റ്റേറ്റ് ആഡ് ചെയ്താണ് നമ്മളിപ്പോൾ 13 കൊല്ലത്തിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ താന്ത്രക എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ എന്ന സ്ഥലത്ത് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഒരു 50 മീറ്റർ നടക്കാവുന്ന, ഒരു 5 മിനിറ്റ് തികച്ച് നടക്കാവുന്ന സ്ഥലമേ ഉള്ളൂ. മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഒരു 50 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ താന്ത്രകയുള്ളത്. ഇനി നമ്മൾ എല്ലാവരും എന്നോട് ചോദിക്കണ ഒരു കാര്യമാണ് താന്ത്രകയിൽ വന്ന യൂത്തിന് പറ്റണ എന്താ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കും. ഇത് തന്നെ അതിനൊരു ഉദാഹരണമാണ്. കുട്ടികൾ കോളേജിൽ മറ്റേ ഫെയർവെല്ലിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില ഇപ്പം ഉണ്ടല്ലോ ചിങ്ങമാസത്തിൽ 1-ാം തീയതിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഓരോ ഡേയ്സ് ഇപ്പം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ കോളേജ് ഗോയിങ് മാത്രമല്ല, ഓഫീസുകളിലാണെങ്കിലും ഒരു 10, 25, 26 വയസ്സ് വരെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കൊടുക്കാൻ പറ്റിയൊരു വളരെ സോഫ്റ്റായിട്ട്, ഇത് ശരിക്കും ജാംതന്നിയുടെ ഒറിജിനൽ ഇതാണ്. ഇത് വന്നിട്ട് അതിൻ്റെ ബ്ലൗസാണ്. ഇത് ഇൻക്ലൂഡിങ് ബ്ലൗസാണ് വരുന്നത്. ഇത് വരുന്നത് പല്ലുവാണ്. ഇതാണ് പല്ലു. ഇത് ശരിക്കും ജാംതന്നിയുടെ ഒറിജിനൽ ആ ഒരു ഡിസൈനിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ ട്രഡീഷണൽ ഡിസൈൻ, ഒറിജിനൽ ഡിസൈൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും ട്രഡീഷണൽ ഡിസൈൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഈ പറഞ്ഞ കിളിയും പൂവും കായും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഡിസൈനാണ്. വളരെ എന്താ പറയുക, എടുത്ത് കാണിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഒട്ടും ക്രിസ്പല്ല ഈ കോട്ടൺ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ സാരിയാണ് ഇത്. ഇത് വളരെ ഈ പറഞ്ഞ യങ് ക്രൗഡ്, ആ ഒരു ആൾക്കാർക്ക് വളരെയധികം യോജിക്കാൻ, ഉടുക്കാനും എളുപ്പമാണ്. ഇനി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡി ടു വെയർ ആക്കിയാൽ തന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഉടുക്കാൻ. റെഡി ടു വെയർ ആക്കിയാൽ 1 മിനിറ്റ് തന്നെ തികച്ചു വേണ്ട നിങ്ങൾക്ക് ഇത് ഉടുത്ത് കോളേജിലോ ഓഫീസിലോ ഒക്കെ ചടപടാതെ റെഡി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. നമ്മുടെ താന്ത്രക ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന അവരുടെ മാത്രം പ്രത്യേകതയുള്ള റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ടെക്നിക്സോ ഉപയോഗിച്ച് ചെയ്യുന്ന പല പ്രോഡക്റ്റുകൾക്കാണ്. അപ്പോൾ സെപ്റ്റംബറിൽ താന്ത്രകയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുറച്ച് ബാഗുകളാണ്. അപ്പോൾ ആ ബാഗുകളുടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, അത് ബാഗുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ആസാം, പിന്നെ വെസ്റ്റ് ബംഗാൾ, അവിടെ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അത് അവിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പം അതിൽ ഒരു പ്രോഡക്റ്റാണ് ഈ ബാഗ്. ഈ ബാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, നമ്മളുടെ വാട്ടർ ലില്ലിയുടെ ഇല, അതായത് വാട്ടർ ലില്ലിയുടെ മലയാളം എന്ന് പറയുമ്പോൾ ആമ്പലിൻ്റെ ഇല പുഴുങ്ങി ഉണക്കി നാരാക്കി എടുത്തിട്ട് നെയ്തെടുക്കുന്ന ബാഗാണ് ഇത്. ആസാമിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റാണ്. ആസാമിൽ സുവാൽ കുസിയിലുണ്ട്, പിന്നെ കാസിരംഗ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു ബാഗാണ്. ഇതേപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റാണ് ഇതും ബാഗിൽ തന്നെ പെട്ടതാണ്. ഇതും നമ്മുടെ ആസാം എന്നുള്ളതാണ്. ഇത് കാസിരംഗ എന്നുള്ളതാണ്. കാസിരംഗയിലുള്ള ചൂരൽ, ഈ കൂടുതലും കാസിരംഗയിലാണ് ചൂരലിൻ്റെ പ്രോഡക്റ്റുകൾ ഒത്തിരി ഉണ്ടാക്കുന്നത്. കാരണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും സിംഗിൾ ഹോൺ റൈനോ, അതുള്ളത് ആസാം, ബാംഗ്ലാദേശ്, അതിൻ്റെ ആ ബോർഡർ ഏരിയയിൽ വരുന്ന സ്ഥലങ്ങളിലാണ് ഈ സിംഗിൾ ഹോൺ റൈനോ ഉള്ളത്. ആ ഏരിയയിലുള്ള കെയിൻ, ചൂരൽ കൊണ്ടുണ്ടാക്കിയിട്ട് ലെതർ ചേർത്ത് തുന്നിയെടുക്കുന്ന അവിടുത്തെ ട്രൈബൽ ആൾക്കാരുകൾ ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റുകളാണ്. ഇത് തന്നെ പല ടൈപ്പ് നമ്മളുടെ കയ്യിലുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ലിംഗ് ബാഗ് ഉണ്ട്. ചെറിയ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് ഉണ്ട്. പിന്നെ ഇനി ഓഫീസിൽ പോണ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ലാപ്ടോപ്പൊക്കെ കൊണ്ട് നടക്കുന്ന, അപ്പോൾ ആപ്പിളിൻ്റെ പോലത്തെയൊക്കെ ലാപ്ടോപ്പ് വെക്കാൻ പാകത്തിനുള്ള ബാഗുകളുണ്ട്. ഓഫീസ് യൂസിന് പറ്റിയിട്ടുള്ള ഒരുപാട് ബാഗുകൾ, ഇത് കെയിനിൽ ഇങ്ങനത്തെ ബാഗുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ബാഗാണ്. പിന്നെ
അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളില് ഒരുപാട് പേര് നേരത്തെ കേട്ടിട്ടുണ്ടാകും. ഒരു 10-25 കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ എക്സിബിഷനും കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഓഫ് ലേറ്റ് അത് കാണാണ്ടായി. അതെന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ശാന്തിനികേതൻ ആശ്രമം ആ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ബാഗാണ്. അത് നല്ല ലെതറിൻ്റെ പ്രോഡക്റ്റാണ്. ലെതറിൽ ബാഗ് ഉണ്ടാക്കിയിട്ട് വെജിറ്റബിൾ ഡൈ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ലീവ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കളേഴ്സ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് ശാന്തിനികേതൻ ബാഗ്സ് എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. ഇത് നല്ല ലെതറാണ്. അപ്പൊ ഈ ചിലർ ചോദിക്കും ലെതർ ആകുമ്പോഴും വില എന്തുകൊണ്ട് കൂടുതലാവുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വെജിറ്റബിൾ ഡൈ ആണ്. ആ വെജിറ്റബിൾ ഡൈ പ്രോസസ്സ് ചെയ്തെടുക്കാൻ നമ്മൾ കെമിക്കൽ ഡൈ ചെയ്യുന്ന മാതിരി വെറുതെ കളർ മുക്കി എടുത്താൽ നമുക്ക് പറ്റത്തില്ല. ഓരോന്നിനും എക്സ്ട്രാക്ട് ചെയ്ത് അത് പല തരത്തിൽ പല കോമ്പിനേഷനിൽ മിക്സ് ആൻഡ് മാച്ച് മിക്സ് ചെയ്ത് ഓരോന്നിനും കോമ്പോസിഷൻ വ്യത്യാസം ഉണ്ടാകും. ആ കോമ്പോസിഷൻ മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ പല കളറും കിട്ടുള്ളൂ. അങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു ബാഗാണ് ഇത് ശാന്തിനികേതൻ. ഇത് കുട്ടി എന്താ പറയുക ഡെയിലി യൂസിന് കൂടുതൽ അമ്മമാരാണ് നമ്മളുടെ കയ്യിൽ നിന്ന് ഈ ഒരു സൈസിലുള്ള ബാഗുകൾ വാങ്ങുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഓഫീസിൽ പോണ ആൾക്കാർ അല്ലെങ്കിൽ നമുക്കൊരു ട്രാവൽ പർപ്പസിന് ഒക്കെ പറ്റുന്ന ടോട്ട് ബാഗ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമുക്കൊരു യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാവുന്നതാണ്. ഇതെല്ലാം നല്ല ലെതറാണ് കേട്ടോ, പ്യുവർ ബാഗാണ്. നമ്മൾ ശാന്തിനികേതൻ ബാഗ്സിന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഇനി എന്നോട് ഒരുപാട് പേര് ചോദിച്ചു താന്ത്രികയിൽ ലേഡീസിന് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു ബാഗുകൾ, ലെതർ ബാഗുകൾ. പക്ഷെ അതിനുള്ള ഉത്തരം ലേഡീസിന് മാത്രമല്ല ജെൻസിനുമുണ്ട്. ഇതും ശാന്തിനികേതൻ്റെ ലെതർ ബാഗ് തന്നെയാണ്. ഇതിലും നമുക്ക് ഈ പറഞ്ഞ ആണുങ്ങളുടെ ആകുമ്പോൾ ഒരുപാട് ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആണുങ്ങളുടെ സ്ലിംഗ് ബാഗ്സ് ആണ് ഇത്. പിന്നെ വാലറ്റ്സ് ഉണ്ട്, ആണുങ്ങളുടെ വാലറ്റ്സ് നമ്മളുടെ കയ്യിലുണ്ട്, ചെറിയ വാലറ്റ്സ് നമ്മളുടെ കയ്യിലുണ്ട്. അങ്ങനെ പല ഇതും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ളതെല്ലാം ബാഗുകൾ, ലെതർ പ്രോഡക്റ്റുകൾ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കണ്ടത് ശാന്തിനികേതൻ്റെ ബാഗ്സ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ എന്താ പറയുക ആമ്പലിൻ്റെ വാട്ടർ ലില്ലിയുടെ ബാഗ്. ഇത് വാട്ടർ ലില്ലിയുടെ ഇല, ആമ്പലിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന ബാഗ്. പിന്നെ കെയിനിൻ്റെ ആസാം എന്നുള്ള ബാഗ്. ഇതെല്ലാം താന്ത്രികയുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം. ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കുന്നവരുടെ അടുത്ത് നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്ത് താന്ത്രികയിൽ എത്തിക്കുന്നത്. ഇത് ആദ്യമായിട്ട് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെപ്റ്റംബറിൽ ഓണത്തിനുള്ള സമയത്താണ്. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ആസാം, മേഘാലയ അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റ് റീജിയനിൽ പോയത്. മേഘാലയയിലും ഈ പറഞ്ഞ കെയിനിൻ്റെ പ്രോഡക്റ്റുകൾ, ഇതിന് സിതാൽപട്ടി എന്നാണ് പറയണത്. ഇവിടെ സിതാൽപട്ടി ബാഗ്സ് എന്നാണ് പറയണത്. സിതാൽപട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയിനിൻ്റെ നമ്മുടെ നാട്ടിൽ പറയില്ലേ തട്ടി ഉണ്ടാക്കുക എന്ന് പറയും. ഈ പല സ്ഥലങ്ങളിൽ നമ്മൾ കവർ വിൻഡോയിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തട്ടി ഉണ്ടാക്കണത്. നമ്മുടെ ഇവിടെ കൂടുതലും ബാംബൂവിൻ്റെയാണ് കണ്ടിരിക്കണത്. ഇത് കെയിനിൻ്റെയാണ്. അപ്പോൾ ആ തട്ടി പോലെ ഉണ്ടാക്കിയിട്ട് സിതാൽപട്ടി ബാഗ്സ് എന്ന് പറയുന്നത്. ആസാമിലുണ്ട്, മേഘാലയയിലുണ്ട്. കൂടുതലും ആസാമിൻ്റെ ഈ പറഞ്ഞ കാസിരംഗ ഏരിയയിൽ നിന്നാണ് അതെല്ലാം കൂടുതലും ഈ കെയിൻ വരുന്നത്. ആ കെയിൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന വളരെ സ്പെഷ്യൽ പ്രോഡക്റ്റുകളാണ് താന്ത്രികയുടെ ഈ ബാഗ് കളക്ഷൻ. അപ്പോൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഫാസ്റ്റ് മൂവിങ്ങും ആണ് കൊണ്ടുവരുന്നത്. അപ്പം തന്നെ തീർന്നു പോകുന്നുണ്ട്. അപ്പം എന്താ പറയുക സ്പെഷ്യൽ പ്രോഡക്റ്റുകളാണ് താന്ത്രികയുടെ. ഇതാണ് ഞാൻ പറഞ്ഞ ശാന്തിനികേതൻ ബാഗ്സിൻ്റെ ഇതിൽപ്പെട്ട വാലറ്റ്സ്. ഇത് ആക്ച്വലി യൂണിസെക്സ് വാലറ്റ് ആണ്. സ്ത്രീകൾക്കും യൂസ് ചെയ്യാം, ആണുങ്ങൾക്കും യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കാർഡ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ പൈസ വയ്ക്കാനുള്ള സ്പേസ് വേറെയും ഉണ്ട്. ഇതിൻ്റെ പല കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട്. ഇതും ഈ പറഞ്ഞ മാതിരി നല്ല ലെതറിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് പെയിന്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം അത്രയും മൈന്യൂട്ടായിട്ടാണ് ചെയ്യണത്. ഇപ്പം നമ്മൾ നേരത്തെ ശാന്തിനികേതൻ ബാഗ്സ് ലേഡീസിൻ്റെ കണ്ടു, അതേപോലെ തന്നെ പേഴ്സസും ഉണ്ട്. നോക്കൂ, അതേപോലെ പേഴ്സസും ഉണ്ട്. ഇതെല്ലാം ഈ കൈകൊണ്ട് ചെയ്ത് എടുക്കണതാണ്. അത്രയും കെയർ എടുത്തിട്ടാണ് ഓരോ പെയിന്റിങ്ങും ചെയ്യണത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നോർമൽ വാലറ്റ് മേടിക്കുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ ഒരു 100 രൂപ 150 രൂപ കൂടുതലായിരിക്കും. പക്ഷെ ആ എഫേർട്ട് അതിൻ്റെ പിന്നിൽ അത്രയും ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സിതാൽപട്ടി ബാഗ്സിൻ്റെ തന്നെ പേഴ്സസ് ആണ് ഇത്. ഇതും ലേഡീസ് പേഴ്സ് തന്നെയാണ്. എല്ലാം ഇതിൽ എന്താ പറയുക നല്ല ഡെപ്ത്
ബാഗിനകത്തും ഈ പേഴ്സിനൊക്കെ ഉണ്ട്. മൊബൈൽ വെക്കാം, പൈസയും എല്ലാം വെക്കാം. ഇനി ഇത് കൂടാണ്ട് ലെതറിൻ്റെയും ഇതൊന്നും അല്ലാണ്ടുള്ള ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഉണ്ട്. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ സെപ്റ്റംബറിൽ ആസാം മേഘാലയയിൽ പോയി. അപ്പോൾ ആസാമിൽ മാത്രം കിട്ടുന്ന ഒരു ടൈപ്പ് സിൽക്ക് ഉണ്ട്, മുഗാ സിൽക്ക് എന്ന് പറയും. അതൊരു വൈൽഡ് പട്ടുനൂൽ പുഴുന്ന് ഉണ്ടാക്കുന്നത് ആസാമിൻ്റെ തനതായ സിൽക്കാണ്. ആ സിൽക്ക് ഒത്തിരി എന്താ പറയുക സിൽക്ക് വോം ഉണ്ടാവില്ല, വൈൽഡ് ആയതുകൊണ്ട് അത്രയും കുറവ് പ്രൊഡക്ഷൻ മാത്രമാണ് നടക്കുന്നത്. നമ്മളുടെ സാധാരണ പട്ട് കിട്ടുന്ന അത്രയും കിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം എക്സ്പെൻസീവാണ്. നമ്മൾ കാഞ്ചീപുരം പട്ടിനെക്കാട്ടിലൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു സിൽക്കാണ്. ആ സിൽക്കിൽ വരുന്ന എന്താ പറയുക ഒരു പേഴ്സാണ്, സ്ത്രീകളുടെ പേഴ്സാണ്. മുഗാ സിൽക്കിന് എപ്പോഴും ഈ ഒരു ഗോൾഡൻ കളർ മാത്രമേ മുഗാ സിൽക്കിൽ വരുള്ളൂ. ആ മുഗാ സിൽക്കിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു പേഴ്സാണ്. അതിൽ ചെറിയൊരു എംബ്രോയിഡറിയും കൂടെ, ഇതും ആസാമിൻ്റെ തനതായിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പേഴ്സാണ്. ഇതിനകത്ത് നമുക്ക് പൈസ വെക്കാം, മൊബൈൽ വെക്കാം, എല്ലാ സാധനങ്ങളും വെക്കാവുന്ന നല്ല ഡെപ്തുള്ള ഒരു പേഴ്സാണ്. അതേപോലെ തന്നെ പാറ്റ് സിൽക്ക് ഉണ്ട്. അത് മുഗാ സിൽക്ക് മരത്തിന് ഒരു വൈൽഡ് സിൽക്ക് വേം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് കുറച്ചും കൂടി വൈറ്റ് ഷെയ്ഡ് കൂടും. ഇത് ഗോൾഡൻ യെല്ലോ ആണെങ്കിൽ കുറച്ചൊരു വൈറ്റ് ഷെയ്ഡ് വരും. അതേപോലെ തന്നെ ചെയ്തെടുക്കുന്ന ആസാമിൻ്റെ മാത്രമായിട്ടുള്ള മുഗാ സിൽക്ക്, പാറ്റ് സിൽക്ക് അങ്ങനെയുള്ള സിൽക്കുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പേഴ്സും താന്ത്രക്കയുടെ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഇതെല്ലാം ട്രൈബൽ ആൾക്കാരാണ് ചെയ്യുന്നത്. ആസാം അല്ലെങ്കിൽ മേഘാലയ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ രാജ്യത്തെ ട്രൈബൽ സ്റ്റേറ്റുകളാണ്. എല്ലാം എന്താ പറയുക നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റുകളുണ്ടല്ലോ, ആസാം, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, അവിടെ എല്ലാം ട്രൈബൽ ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ ട്രൈബൽ ആൾക്കാർ ചെയ്തെടുക്കുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഇതെല്ലാം നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഇതൊന്നും നമ്മളുടെ ശരീരത്തിന് ഹാം ചെയ്യുന്ന യാതൊന്നും തന്നെ ഈ നമ്മൾ ഇത്രയും കണ്ട ഇതിനകത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒക്കെ വെജിറ്റബിൾ ഡൈ ആണ്. പിന്നെന്താ സാധാരണ നമ്മളുടെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന സിൽക്കോ കോട്ടണോ വൂളോ, ഇതിൽ എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് വൂളാണ്. വൂള് വളരെ കനം കുറഞ്ഞ വൂള് എടുത്തിട്ട് ചെയ്യുന്നൊരു ഇതാണ്. അപ്പം നമ്മൾ ഈ ബാഗുകളിലെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് നാച്ചുറൽ കളേഴ്സാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വൂള് കനം കുറഞ്ഞ് എടുത്ത് എന്താ പറയുക നമ്മളുടെ ചർക്ക ഉപയോഗിച്ചിട്ട് എടുക്കണ വൂൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തൊക്കെ അവർ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. വൂളെന്ന് പറഞ്ഞാൽ ചെമ്മരിയാടിൻ്റെ സാധാരണ വൂളെന്ന് പറയുമ്പോൾ കട്ടിയുള്ള നൂലാണ്. പക്ഷെ ഇത് വളരെ കനം കുറഞ്ഞ് അവർ ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഈ എംബ്രോയിഡറി എല്ലാം ഈ പേഴ്സിനകത്തൊക്കെ ചെയ്യുന്നത്. കാരണം മുഗാ സിൽക്കിന് ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡൈ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മുഗാ സിൽക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനത്തെ ഈ ഗോൾഡൻ യെല്ലോ ഷെയ്ഡുകൾ നമുക്ക് കാണുന്നത്. ഈ മുഗാ സിൽക്ക് എപ്പോഴും ഇങ്ങനത്തെ വരുള്ളൂ. അപ്പോൾ ഇത് എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഇക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ ശരീരത്തിന് ഒരു തരത്തിലും ഹാം ചെയ്യാത്ത പ്രോഡക്റ്റുകളാണ്. നമ്മളിപ്പം ആൾക്കാർ ചോദിക്കും ഇങ്ങനെയുള്ള പ്രോഡക്റ്റിന് വില കൂടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കും. അതിൻ്റെ ഒരു റീസൺ ഇത് തന്നെയാണ്, നമുക്ക് റോ മെറ്റീരിയൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. കെമിക്കൽ ഡൈ ഒക്കെ നമുക്ക് എപ്പോഴും ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് അലർജി വരാനോ ഒക്കെ സാധ്യതകൾ കാണാം. ഇത് നാച്ചുറൽ കളേഴ്സ് ആയതുകൊണ്ട് ഒരു കാലത്തും നമ്മളുടെ ശരീരത്തിനൊന്നും ഒരു തരത്തിലും ഹാം ചെയ്യാത്ത പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം തന്നെ. ഇനി ഈ പ്രോഡക്റ്റുകൾ എല്ലാവരും ഇങ്ങനത്തെ ഈ നാച്ചുറൽ കളേഴ്സ് എന്നൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര കോസ്റ്റ്ലി പ്രോഡക്റ്റ് ആണ് എന്ന് വിചാരിക്കും. ഇപ്പം താന്ത്രകയുടെ ഒരു എയിം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളിൽ എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുക എന്നുള്ളത്, സാധാരണക്കാരിലേക്ക് വരെ എത്തിക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ കോസ്റ്റ് വരുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ നമ്മുടെ ശാന്തിനികേതൻ ബാഗ്സ് തന്നെ ഇത് വലിയ ബാഗ് ആയതുകൊണ്ട് 1000 റുപ്പീസിൻ്റെ റേഞ്ചിലാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ചെറിയ ബാഗ്സ് വരുമ്പോൾ 400 ഉണ്ട്. അപ്പം 400 മുതൽക്കാണ് തുടങ്ങുന്നത്. പേഴ്സസ് വരുമ്പോഴത്തേക്കും 350 വരുന്നുണ്ട്. വാലറ്റ്സ് ആകുമ്പോൾ ഒരു 600 റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഇപ്പം നേരത്തെ ജെൻസിൻ്റെ നമ്മളുടെ സ്ലിംഗ് ബാഗ്സ് കാണിച്ചു. ഇത് 350 ആണ്. ഒന്ന് നമുക്കറിയാലോ ലെതർ, പ്യുവർ ലെതർ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വർക്കും കൂടി വരുന്നത് കൊണ്ടാണ് ഈ ഒരു, എന്നാലും ഞാൻ കഴിയുന്നതും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് താന്ത്രകയുടെ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സിത്താൽപട്ടി ബാഗ്സിൻ്റെ കാര്യം പറഞ്ഞു.
ഈ കെയിൻ തന്നെ നമുക്ക് ആലോചിച്ചറിയാലോ, നമ്മുടെ നാട്ടില് മുളയാണെങ്കിലും ചൂരലാണെങ്കിലും കുറഞ്ഞു വരുന്നതാണ്. കാട് കുറഞ്ഞു വരുന്തോറും നമുക്ക് ഈ പ്രോഡക്റ്റുകളുടെ അവൈലബിലിറ്റി കുറയും. എന്നാൽ തന്നെയും നമുക്ക് എല്ലാവരിലും എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രൈസിൽ എനിക്ക് കൊണ്ടുവരാൻ ഒരുപാട് ഹെൽപ്പ് പല സ്ഥലത്തു നിന്നും കിട്ടുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു രീതിയിൽ എത്തിക്കാൻ പറ്റുന്നത്. ഈ ബാഗ്സ് ഒക്കെ വരുമ്പോൾ ഒരു 600 റേഞ്ചിലാണ് വരുന്നത്. എന്തായാലും നമ്മളുടെ സാധാരണ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഒരു നല്ല ബാഗ് മേടിക്കാൻ നോക്കിയാൽ ഏകദേശമൊക്കെ ഈ ഒരു പ്രൈസിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ കഴിയുന്നതും ആ ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിൽ എത്തിക്കാനാണ് താന്ത്രിക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് എന്താ പറയുക ആക്സസറീസ് ആണ് നമ്മൾ കണ്ടത്, അതായത് ബാഗ്സും അങ്ങനത്തെ. പിന്നെ ഇനി നമുക്ക് കുറച്ച് സാരീസ് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സെപ്റ്റംബറിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആസാം എന്നുള്ള സാരീസ് എല്ലാം വന്നിട്ടുണ്ട് പറഞ്ഞു. അത് കൂടാണ്ട് നമ്മൾ ബീഹാർ, ഒഡീഷ, പിന്നെന്താ മഹാരാഷ്ട്ര അവിടെ നിന്നുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ആ സെപ്റ്റംബർ മുതൽക്ക് അത്യാവശ്യം ഒരുപാട് സ്റ്റേറ്റുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ബംഗാൾ കോട്ടൺ എന്ന് പറയുന്ന സാരിയാണ്. പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബംഗാൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ. വളരെയധികം ഉടുക്കാൻ വളരെ സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. സാധാരണ ടീച്ചേഴ്സ്, ജോലിക്ക് പോണ ആൾക്കാർക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ബംഗാൾ കോട്ടൺ. ഈ ബംഗാൾ കോട്ടണിലെ ഈ സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താന്ത് വീവ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. താന്ത് വീവ്, TANT, അതാണ് താന്ത് വീവ് എന്ന് പറയുമ്പോൾ ഇതാ കണ്ടോ, എക്സ്ട്രാ ത്രെഡ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അവർ വീവ് ചെയ്യണതിനാണ് താന്ത് വീവ് എന്ന് പറയുന്നത്. ഈ വെസ്റ്റ് ബംഗാളിലെ ആസാമിലൊക്കെ താന്ത് വീവ് വളരെ കോമൺ ആണ്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇത്. നല്ല കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നമുക്ക് ഭയങ്കര ഉപയോഗമുള്ള ഒരു സാരിയാണ്. ഇതാ ഇങ്ങനെയാണ് ആ സാരി വരുന്നത്. ഇതെൻ്റെ പല്ലു, ബോഡി വരും ആൻഡ് ബോർഡർ. ഈ ബോർഡർ മുകളിൽ നമ്മൾ കുത്തുന്ന ഭാഗത്ത് വളരെ ചെറിയ ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തേക്ക് വരുമ്പോൾ നല്ല ബോർഡർ. ആൻഡ് വൺ മോർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിൻ്റെ എന്ത് വിശേഷം അവർക്കുണ്ടെങ്കിലും, പ്രത്യേകിച്ച് ദുർഗാപൂജയൊക്കെ വരുമ്പോൾ വെള്ളയും റെഡും കോമ്പിനേഷൻ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ള അല്ലെങ്കിൽ ഓഫ് വൈറ്റ്, അതുപോലെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് സാരിയാണ് ഇത്. ഓക്കെ, പിന്നെ ഒരെണ്ണം അതേപോലെ തന്നെയുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ് ഇത്. ഇതും താന്ത് വീവ് തന്നെയാണ്. ഇപ്പം നമ്മുടെ താന്ത്രകയിലുള്ളതെല്ലാം ഈ പറഞ്ഞ ബംഗാൾ കോട്ടൻ്റെ താന്ത് വീവ് സാരീസ് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മൾ സാധാരണ ഒരു ബംഗാൾ കോട്ട സാരി കൊണ്ടുവന്ന് വെക്കുന്നതിനെക്കാട്ടിലും പ്രത്യേകതയുള്ള സാരി കൊണ്ടുവരാനാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത്. ഇതിൻ്റെ പല്ലു, ബോർഡർ ഇങ്ങനെ വരും, പല്ലു വരുമ്പോൾ ഇങ്ങനെ വരും. കണ്ടോ, ഇങ്ങനെയാണ് അത് വരുന്നത്. ഇങ്ങനെ വരും. ഇതും അതേ അവരുടെ പ്രത്യേകിച്ച് ബംഗാൾ സ്റ്റൈലിൽ നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്യാമെങ്കിൽ ഒരു എന്താ പറയുക, വേറെ ഒരു ആക്സസറീസും ഒന്നുമില്ലാണ്ട് നമുക്ക് നല്ലോണം സ്റ്റൈലിഷ് ആയിട്ട് ഒരു ഫങ്ഷന് വേണമെങ്കിൽ നമുക്ക് ഈ സാരി ഉടുത്തോണ്ട് പോകുന്ന ഒരു സാരിയാണ്. അതിൻ്റെ തന്നെ പല കോമ്പിനേഷൻസിലുള്ള സാരീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതും താന്ത് വീവിൽ തന്നെയുള്ള ഒരു സാരിയാണ്. പക്ഷെ അവരുടെ ആ ഒരു ട്രഡീഷണൽ കളർ കോമ്പിനേഷൻ അല്ല എന്ന് മാത്രം. സ്കൂൾസിലൊക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് പോകണം, അല്ലെങ്കിൽ ഓഫീസ് വെയറിന് യൂസ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള സാരീസാണ് ഇതെല്ലാം. ഇതിൻ്റെ തന്നെ ബംഗാൾ കോട്ടൻ്റെ നല്ല കളക്ഷൻ നമ്മുടെ താന്ത്രകയിലുണ്ട് കേട്ടോ. അതുകൂടെ തന്നെ ഇത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സാരിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ജാംദനി സാരീസ് എന്ന് പറയും നമ്മൾ. ജാംദനി സാരീസ് ഒറിജിനേറ്റഡ് ആക്ച്വലി ബംഗ്ലാദേശിലാണ്. ജാംദനി സാരീസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിൽ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം 1947 മുന്നേ ഇന്ത്യയിലേക്ക് കൊടി കയറിയ ആൾക്കാർ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തൊക്കെ വന്ന് സെറ്റിൽ ചെയ്ത് അവരിപ്പം നെയ്തെടുക്കുന്ന സാരീസാണ് ജാംദനി സാരീസ് എന്ന് പറയുന്നത്. ഒറിജിനൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ഡിസൈൻ എന്ന് പറയുന്ന ജാംദനി സാരീസിൽ ഇങ്ങനെയാണ് വരിക. കുറച്ച് ക്രിസ്പായിട്ടുള്ള ഡിസൈൻസാണ് വരിക. വളരെയധികം എന്താ പറയുക, എല്ലാം ഭയങ്കര ക്രിസ്പായിരിക്കും അവരുടെ ഡിസൈൻസ് എല്ലാം. അതാണ് ശരിക്കും നമ്മളുടെ ജാംദനിയിൽ ഉള്ള ഡിസൈൻസ് ഇങ്ങനെയാണ് വരുന്നത്.
ഒരു 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 80% ഒറിജിനൽ ഡിസൈനിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാരിയാണ്. അതേപോലെ തന്നെ പക്ഷേ എന്ത് സാധനമാണെങ്കിലും, സാരി ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും നമുക്ക് നമ്മളുടെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം നമുക്ക് എന്തായാലും കൊണ്ടുവരണമല്ലോ. അതുപോലെ അവർ കൊണ്ടുവന്നിട്ടുള്ള ഡിസൈനുകളാണ് ഇതെല്ലാം. കൂടുതലും എന്താ പറയുക, ഇലകള്, പൂക്കള്, കിളികള്, അങ്ങനത്തെയൊക്കെ ഡിസൈനുകളാണ് ജാംദനിയിൽ കൂടുതലും വരുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, നമ്മുടെ നേച്ചറിനോട് അടുത്ത് നിൽക്കുന്നത്. ഈ സാരികൾ പക്ഷെ കുറച്ച് സ്റ്റാർച്ച് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അത്ര സോഫ്റ്റ് അല്ല, കുറച്ച് ക്രിസ്പി നമ്മൾ സ്റ്റാർച്ച് ചെയ്ത് ഉടുക്കുകയെങ്കിൽ നന്നായിട്ട്. എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് സ്കൂൾ ടീച്ചേഴ്സാണ്. സ്കൂൾ ടീച്ചേഴ്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് അറിയാം, അവർ നല്ല സ്റ്റാർച്ച് ചെയ്ത് വെട്ടിയായിട്ടാണ് സാരി ഉടുക്കുക. അതിന് പറ്റിയ സാരിയാണിത്. ഇതിൻ്റെ പല്ലും ഒക്കെ ദാ ഇങ്ങനെയാണ് വരുന്നത്. അതും നല്ല നല്ല കളേഴ്സ്, നല്ല പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനത്തെ പല കളേഴ്സ് വന്നിട്ടുള്ള സാരീസാണ്. ഇതിൻ്റെ പല്ലു ദാ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് വരും. ഇങ്ങനെ ജാംദനി സാരീസ്. ഇതും നമ്മളുടെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പല പല മാറ്റങ്ങളും ഡിസൈൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും വരുമല്ലോ. നമ്മൾ എന്നും ട്രഡീഷൻ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യം ഓടില്ല. ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് ആണ് അവർ കൂടുതലും ഇപ്പം ചെയ്തെടുക്കുന്നത്. എന്നാലും ട്രഡീഷനും അവർ വിട്ടിട്ടില്ല. ദാ ഇതും വളരെ ഒരു സാധാരണ കാണാത്തൊരു കോമ്പിനേഷനാണ്. ഒരു ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട്, ഗ്രേയിഷ് ഉണ്ട്, പിങ്ക് ഉണ്ട്. ഈ ബ്ലൂ കളേഴ്സ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ പല്ലു വരുന്ന അല്ലെങ്കിൽ മുന്താണി ഭാഗത്ത് വരുന്ന സാരി പോർഷനിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതും കുറച്ച് ക്രിസ്പാണ്. നമ്മൾ ഒത്തിരി സ്റ്റാർച്ച് ചെയ്യണം. സ്റ്റാർച്ച് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്തെടുത്ത നല്ല എന്താ പറയുക, ഭയങ്കര ഒരു ലുക്ക് തരുന്ന ഒരു സാരിയാണ്. ഓക്കെ, ഇതും വേറൊരു പീസ്. കുറച്ചൊരു നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ കൊടുക്കണം. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പറഞ്ഞു, അയ്യോ മോളെ ഞാൻ പ്രായമായവരാണ്, ഞാൻ എങ്ങനെയാണ് ഭയങ്കര ഡാർക്ക് കളേഴ്സ് കൊടുക്കണേന്ന് പറയുന്ന ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ എല്ലാ പ്രായമായവരും അങ്ങനെ കൊടുക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഒരു ഇത് ചോദിക്കുന്നുണ്ട് എൻ്റെ താന്ത്രകയിൽ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് പിടിക്കാം. അടുത്ത സ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര എന്ന് വരുന്നത്, മഹാരാഷ്ട്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വാർലി പ്രിൻ്റാണ്. അവരുടെ പണ്ട് ഗുഹകളിൽ, അജന്ത എല്ലോറ ഗുഹകളിൽ, അങ്ങനെയുള്ള ഗുഹകളിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് വാർലി പെയിൻറ്റിങ്. വാർലി പെയിൻറ്റിങ് എന്താണെന്ന് വെച്ചാൽ എല്ലാം ട്രയാങ്കിളിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുന്നത്. മനുഷ്യരെ വരയ്ക്കുമ്പോഴും 2 ട്രയാങ്കിൾ ഫേസ് ടു ഫേസ് വയ്ക്കുമ്പോൾ ഒരു ബോഡിയായി മനുഷ്യൻ്റെ. അങ്ങനെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. അതാണ് വാർലി പെയിൻറ്റിങ്. ഈ വാർലി പെയിൻറ്റിങ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാരിയാണ്. ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഖാദി സിൽക്കിൽ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് വരുമ്പോൾ ഇങ്ങനെയാണ് സാരി വരിക. ഇതിൻ്റെ പല്ലു വരുമ്പോൾ ഇങ്ങനെ വരും. പല്ലുവിൽ എന്നിട്ട് നമ്മൾ ടസലും കൊടുത്തിട്ടുണ്ട്. ബോഡി ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് കസവും ഉണ്ട്. സോ ഇത് ഫങ്ഷണൽ വെയർ ടൈപ്പിലേക്ക് വരുന്നതാണ്. ഒരുപാട് കാഞ്ചീപുരം ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പട്ട് സാരി വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയ ഒരു ഇതാണ്. കാരണം ഈ ഏപ്രിൽ മെയ് സമയത്തൊക്കെ കല്യാണങ്ങൾ വെക്കുമ്പോൾ ആൾക്കാർ പറയും, അയ്യോ പട്ട് സാരി ഒന്ന് കൊടുത്ത് പോവുക, വെയ്യ ചൂടത്ത് എന്ന് തോന്നുകയാണ് വെച്ചാൽ ഫങ്ഷന് പറ്റണതാണ്. കുറച്ച് കസവും ഉണ്ട്. അതിൻ്റെ പല്ലു ഇങ്ങനെ വരും. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് പല്ലുവിൽ വാർലി പെയിൻറ്റിങ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബോഡി വരുമ്പോൾ ഇങ്ങനെ വരും. അത് തന്നെ 2-3 കളർ കോമ്പിനേഷനിലുള്ളത് നമ്മളുടെ കയ്യിൽ വാർലി പെയിൻറ്റിങ് ഇപ്പോൾ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ഗ്രീനിഷ് കളർ കൂടുതലുള്ളതാണ് വരുന്നത്. ഇതിൽ വരുമ്പോൾ കുറച്ച് ഓറഞ്ചിഷ് കളർ കൂടുതലുള്ളതാണ് വരുന്നത്. ഇനി ഈ വാർലി പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളൊക്കെ ഇതിൻ്റെ ബ്ലൗസും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ പീസിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. അതിൽ പ്രോമിനൻറ്റ് കളേഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ബ്ലൗസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുമ്പോൾ ഇത് ഹാൻഡ്ലൂമാണ്, ഖാദി സിൽക്കിൽ വരുന്നത്. ഒരു 2500 അബവ് ആണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട താന്ത് വീവ് ചെയ്തിട്ടുള്ള വെസ്റ്റ് ബംഗാളിൻ്റെ സാരീസിൽ ഒരു 1100, 1500 ആ റേഞ്ചിലേക്കാണ് വരുന്നത്. ഇനി വെസ്റ്റ് ബംഗാളിൻ്റെ തന്നെ വേറെ 1-2 പീസും കൂടി നമുക്ക് നോക്കാം. ഇത് വന്നിട്ട്
ടിഷ്യൂ ആണ്. ക്രഷ്ഡ് ടിഷ്യൂല് ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ ഇതെല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ദാ കണ്ടോ, ഇങ്ങനെ 2 കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ താന്ത്രികയുടെ വേറെ ഒരു പ്രത്യേകത ഞാൻ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സാരി ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഒരു പീസേ താന്ത്രികയിൽ ഉണ്ടാവുള്ളൂ. ബിക്കോസ് നമ്മൾ താന്ത്രികയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അവർ ക്രൗഡിൽ സ്റ്റാൻഡ് അലോൺ ചെയ്യണം എന്നുള്ളത് എനിക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും ഒരു ഡ്രസ്സോ സാരിയോ വാങ്ങുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കണം ക്രൗഡിൽ ഞാൻ സ്റ്റാൻഡ് അലോൺ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പോയിട്ട് വാങ്ങാം. അപ്പോൾ ഞാൻ എപ്പോഴും താന്ത്രികയിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർക്കാണെങ്കിലും ഞാൻ വിചാരിക്കും ആ ക്രൗഡിൽ എൻ്റെ താന്ത്രികയിൽ നിന്ന് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ സ്റ്റാൻഡ് അലോൺ ചെയ്യണം എന്ന്. അപ്പോൾ താന്ത്രികയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആരുടെയെങ്കിലും കണ്ടു വന്നാൽ സെയിം പ്രോഡക്റ്റ് കിട്ടില്ല, അതുപോലത്തെ ഒരു പ്രോഡക്റ്റേ കിട്ടുള്ളൂ, സെയിം പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. ഇത് വന്നിട്ട് നമ്മുടെ ടിഷ്യൂ, ക്രഷ്ഡ് ടിഷ്യൂലെ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ആപ്ലിക് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്ട്രാ എന്താ പറയുക ക്ലോത്ത് പിടിപ്പിച്ചിട്ട് അതിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഇങ്ങനെ വരും കണ്ടോ, നല്ല ഹെവി വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല എന്താ പറയുക മൈന്യൂട്ട് ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ്. ഈ ടിഷ്യൂ സാരിയും ഹാൻഡ്ലൂം തന്നെയാണ്. ഇതും ഒരു 2500 അബവ് റേറ്റിൽ വരുന്ന സാരി തന്നെയാണ്. പക്ഷെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എംബ്രോയിഡറി ആപ്ലിക് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാരിയാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും തിരിച്ച് നോർത്ത് ഈസ്റ്റേൺ സൈഡിലേക്ക് നമുക്ക് പോവാം. നേരത്തെ നമ്മൾ ആസാമിൽ നിന്നുള്ള നമ്മളുടെ പേഴ്സസ് ബാഗ്സ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഇനി ക്ലോത്ത് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ, നമ്മൾ മുഗാ സിൽക്കിൻ്റെ കാര്യം നമ്മൾ ആ സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു. മുഗാ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു വളരെയധികം എക്സ്പെൻസീവ് ആണ് എന്നുള്ളത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല മുഗാ സിൽക്ക്. ആൻഡ് ആസാമിലെ ഏറ്റവും എന്താ പറയുക ഫേമസ്, അത് ആസാമിൻ്റെ തനതായിട്ടുള്ള 3 സിൽക്കാണ് മുഗാ സിൽക്ക്, എറി സിൽക്ക്, പാറ്റ് സിൽക്ക്. ഇത് 3ഉം ആസാമിലെ 3 ഏരിയയിൽ ഉണ്ടാവുന്നതാണ്. ആ ഏരിയയിൽ മാത്രമുള്ള പല ചെടികളുടെ ഇലകളും ഇതൊക്കെ തിന്നിട്ട് വളർന്നു വരുന്ന സിൽക്ക് വേം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ സിൽക്ക് വേം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ ടെക്സ്ചറിലും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ ഈ മുഗാ സിൽക്ക് വളരെയധികം എക്സ്പെൻസീവ് ആയതുകൊണ്ട് മുഗാ സിൽക്കും കോട്ടണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മുഗാ കോട്ടൺ എന്ന കൊണ്ടുവന്നിട്ടുള്ളത്. കോട്ടൺ ആണ് മെജോറിറ്റി മെറ്റീരിയലും വരുന്നത്. അതിൻ്റെ കൂടെ കോട്ടണും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഇതും ഹാൻഡ്ലൂം തന്നെയാണ്. ഇതും ഒരു 2000 അബവ് 3000 റേഞ്ചിൽ വരുന്നതാണ്. ഇതും ഫങ്ഷണൽ വെയറിന് പറ്റുന്നതാണ്. ഇത്രയും റിച്ച് ആയിട്ടുള്ള പല്ലുവാണ്. അതിൻ്റെ ബോഡി വരുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് പല്ലു പോർഷൻ. ആൻഡ് ഇത് വരുമ്പോൾ ബോഡി വരും. ബോഡി ബ്ലാക്ക് ആൻഡ് റെഡ് ആസ് യൂഷ്വൽ ക്ലാസിക് കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ആസാമിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞു സിംഗിൾ ഹോൺ റൈനോ, ആസാം ബംഗ്ലാദേശ് ആ ഏരിയയിൽ കാണപ്പെടുന്ന ഒരു എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആനിമലാണ്. അതായത് നിന്നു പോകുന്ന, വേറെ എവിടെയും അതില്ല. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ ആസാം ഭാഗത്താണ് നമ്പേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആസാമിൽ നിന്ന് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ റൈനോനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. അപ്പോൾ ആ റൈനോനെ ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയാണിത്. റൈനോസ്, ഈ പറഞ്ഞ സിംഗിൾ ഹോൺ റൈനോനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ചെയ്തെടുത്തിട്ടുള്ള ഒരു സാരിയാണ് ഇത്. അതിൻ്റെ പല്ലു വരുമ്പോഴും നമ്മൾ നേരത്തെ കണ്ടമാതിരി വളരെ റിച്ചാണ്. അതേ ബോഡിയിലാണ് ഈ കുട്ടി റൈനോസിന് വരുന്നത്. ഈ എന്താ പറയുക, ഈ ആസാമിൻ്റെ സാരീസും നമ്മളിതേ നോക്കിയറിയാം. ഇത് താന്ത് വീവ് ടെക്നിക്സ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ത്രെഡ് ആഡ് ചെയ്താണ് അവർ ആ ഡിസൈൻസ് അവിടെ നിന്ന് നെയ്തെടുക്കണത്. എന്നിട്ട് ബാക്കി വരുന്ന ത്രെഡിനെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് അവർ. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇതും ഒരു താന്ത് വീവ് ടെക്നിക്ക് തന്നെയാണ്. ഇതാണ് ആസാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെ കണ്ടു, ആസാമിൻ്റെ കണ്ടു, മഹാരാഷ്ട്രയുടെ കണ്ടു. പിന്നെ ഇനി നമ്മളുടെ കയ്യിൽ പഞ്ചാബിൻ്റെ തനതായിട്ടുള്ള എംബ്രോയിഡറി, ഫുൽക്കാരി എംബ്രോയിഡറി എന്ന് പറയും, അത് ചെയ്തിട്ടുള്ള ദുപ്പട്ടാസിൻ്റെ, പിന്നെ ബീഹാർ എന്നുള്ള ഡ്രസ് മെറ്റീരിയൽസിൻ്റെ, അത് നമുക്ക് കുറച്ച് നോക്കാം.
നമ്മൾ നേരത്തെ മുഗ കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ആസാമിന്റെ 2 സാരീസ് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ആസാമിലെ അതിനേക്കാട്ടിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മൾബറി സിൽക്കിൽ ചെയ്തെടുത്തിട്ടുള്ള താന്ത് വീവ്. താന്ത് വീവ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ വീവിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. ഓക്കെ, തറിയിൽ നെയ്തെടുക്കുമ്പോൾ ഈ എക്സ്ട്രാ ത്രെഡ് ചേർത്ത് ബാക്കിൽ നോക്കുമ്പോഴേ നമുക്ക് അത് അറിയുള്ളൂ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, അത് ചെയ്തെടുത്തിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കാണ്. നമുക്ക് ഏത് ഫങ്ഷനും നമ്മൾ പോയാലും നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു സാരിയാണിത്. ഫുൾ വർക്കാണ്. ഇത് മുഴുവൻ വീവ് ചെയ്തിരിക്കുന്നതാണ്. ഇത് എംബ്രോയിഡറി അല്ല, ഒന്നുമല്ല. ഇത് കംപ്ലീറ്റ്ലി ബുട്ടാസ് വീവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പല്ലു ഇതാണ് കണ്ട. ഇതൊക്കെ ഒരു പക്ഷേ പ്യോർ മൽബറി സിൽക്ക് ആയതുകൊണ്ട് ഒരു 16,000-17,000 റേഞ്ചിൽ വരുന്ന, ഇതെല്ലാം കല്യാണങ്ങൾക്ക് പോകുന്ന സാരികളാണ് കേട്ടോ. ഇതെല്ലാം അങ്ങനത്തെയാണ്. ഇതാ കണ്ടോ, ഫുൾ ബോഡിയിൽ ബുട്ടാസ് ചെയ്തിരിക്കുകയാണ്. ഇത് വീവാണ്. നോർമലി ബുട്ടാസ് വരുമ്പോഴത്തേക്കും കുറച്ച് ഹാൻഡ് വർക്ക് വരും. ഇതങ്ങനെ വരുന്നതല്ല, വീവിൽ തന്നെയാണ് ഈ ബുട്ടാസ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. അതാണ് താന്ത് വീവ് എന്ന് നമ്മൾ എടുത്തു പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ താന്ത്രകയുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ താന്ത് വീവ് എന്നുള്ള രീതിയിലാണ്. താന്ത്രകയിലെ താന്ത് വീവ് ആ ഒരു സൗണ്ട് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ലേ താന്ത് വീവ് എന്താന്നുള്ളത്. അപ്പോൾ താന്ത് വീവിൻ്റെ വളരെ സ്പെഷ്യൽ, താന്ത്രകയുടെ സ്പെഷ്യൽ പ്രോഡക്റ്റ് എന്ന് തന്നെ ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇനി നമുക്ക് നമ്മൾ കുറേ സാരീസ് കണ്ടു. അപ്പോൾ അടുത്ത സംസ്ഥാനത്തിലേക്ക് നമുക്ക് കിടക്കാം. അത് നോർത്തിൽ തന്നെ പഞ്ചാബ് സംസ്ഥാനത്തിലേക്ക്, ഗോതമ്പ് പാടങ്ങളുടെയും കടുക് പാടങ്ങളുടെയും നാടായിട്ടുള്ള പഞ്ചാബ് എന്നുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. പഞ്ചാബിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുൽക്കാരി എന്ന് പറഞ്ഞിട്ടുള്ള എംബ്രോയിഡറിയാണ്. അതും സ്ത്രീകൾ വീടുകളിൽ ഇരുന്ന് ചെയ്തെടുക്കുന്ന ഒരു എംബ്രോയിഡറിയാണ് ഈ ഫുൽക്കാരി എന്ന് പറയുന്നത്. അതിൻ്റെ ദുപ്പട്ടാസാണ്. കാരണം എല്ലാവർക്കും അറിയാം പഞ്ചാബിൽ സാരി കുറവാണ്. അവർക്ക് പട്ടിയാലയും ടോപ്പും ദുപ്പട്ടയുമാണ് അവരുടെ സ്പെഷ്യാലിറ്റി. അതും അവരുടെ ട്രഡീഷണൽ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രയാങ്കിൾ പോലത്തെ രീതിയിലുള്ള ഡിസൈൻസ് ആണ് അവരുടെ ട്രഡീഷണൽ ഡിസൈൻസ്. ഇതിപ്പോൾ ട്രഡീഷണൽ ഡിസൈനിൽ തന്നെയുള്ള ഒരു ദുപ്പട്ടയാണിത്. ഇങ്ങനെയാണ് വരുന്നത്. കൂടുതലും നമുക്ക് ഒരു എന്താ പറയുക പ്ലെയിൻ ഡ്രസ്സ് ഒരു അല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലത്തെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ട മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അത് പിന്നെ പറ്റിയിട്ടുള്ള ദുപ്പട്ടാസാണ് എൻ്റെ കയ്യിൽ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെയാണ് കണ്ടോ. ഇതൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത്ര ഹെവി വർക്ക് കാണുമ്പം ഭയങ്കര വെയിറ്റ് ആവുമോ ദുപ്പട്ടയ്ക്ക് എന്നുള്ളതൊന്നുമില്ല. നല്ല ലെങ്ത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടണമെങ്കിലും ഇടാം, ഇങ്ങനെ വിടർത്തി ഇടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഇടാം. നല്ല ലെങ്ത് ഉണ്ട്. ഇനി ഈ പറഞ്ഞ ട്രഡീഷനിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ ട്രഡീഷനിൽ നിന്ന് ആ സെയിം ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ ഡിസൈനുകൾ അവർ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെയുള്ള വേറൊരു ദുപ്പട്ടയാണ് ഇത് കണ്ടോ. ഇതും ഈ പറഞ്ഞ കുറേ ഡിസൈൻസിലൊക്കെ അവർ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇത് കലംകാരി പ്രിന്റും പിന്നെ എംബ്രോയിഡറിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഒരു ബ്ലാക്ക് കളറിൽ മാത്രം ഒരു ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് ബോട്ടവും നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ദുപ്പട്ടയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ് ലുക്കായി, സിഗ്നേച്ചർ സ്റ്റൈലായി. അങ്ങനെ വേണം ഇപ്പോഴത്തെ കുട്ടികളുടെ രീതിയിൽ സ്റ്റൈലിഷ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ. വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിൽ ചിക്കൻ കാരിയുടെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇത് ഇട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷനിൽ പോകുമ്പോൾ ഒരു ദുപ്പട്ടയ്ക്ക് മാത്രം നമ്മൾ പൈസ മുടക്കിയാൽ മതി. ഡ്രസ്സിന് നമുക്കൊന്നും വേണ്ട. സാധാരണ ഡ്രസ്സിൻ്റെ മുകളിൽ ഒരു നല്ല ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ട കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയുക ലുക്കിൽ നമുക്കൊരു ഫംഗ്ഷന് പോകാം. അതേപോലത്തെ തന്നെയാണ് ഇതെല്ലാം. ഈ ദുപ്പട്ടാസ് എല്ലാം വരുന്നത് അങ്ങനത്തെയാണ്. പിന്നെ ആകെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് മിറർ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ മിറർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ദുപ്പട്ടകൾ. അതുകൊണ്ട് ഞാൻ മിററാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത്രയും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ഞാൻ സീക്വൻസ് മിററിൻ്റെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. റിയൽ മിറർ അല്ലാത്തത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ പോം കൊടുത്തിട്ടുള്ള വേറൊരു ദുപ്പട്ട പീസാണ്. ഇതും എല്ലാം അതിൽ തന്നെ പെടുന്നതാണ്. വേറൊരെണ്ണം അതേപോലെ തന്നെ ഇങ്ങനത്തെ പല ടൈപ്പ് മെറ്റീരിയലുകളിൽ പല ഡിസൈൻസ്
പലതും ഉണ്ട്. വൈറ്റിലുണ്ട്, ഗ്രീനിലുണ്ട്, ബ്ലൂവിലുണ്ട്. പിന്നെ കൂടുതലും കോട്ടണും സിൽക്കും തന്നെയാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള. ഷിഫോണൊന്നും ഞാൻ അധികം കൊണ്ടുവന്നിട്ടില്ല. 1-2 പീസൊക്കെ കിട്ടാറുള്ളൂ. ഞാൻ എടുക്കാറുമില്ല. എന്നുവെച്ചാൽ നാച്ചുറൽ മെറ്റീരിയലിനാണ് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. താന്ത്രകയുടെ ആ ഒരു ഇതും അത് തന്നെയാണ്. നാച്ചുറൽ മെറ്റീരിയൽസ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിയുന്നതും ശ്രമിക്കുന്നത്. പിന്നെ ചില എൻ്റെ റെഗുലർ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്യുമ്പം അവർക്ക് വേണ്ടിയിട്ട് മാത്രം പ്രീ ബുക്ക് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ ഷിഫോണോ ജോർജറ്റോ വരാറുള്ളൂ. ആസ് ഇറ്റ് ഈസ് സ്റ്റോക്ക് എന്താന്ന് വെച്ചാൽ കോട്ടണോ സിൽക്കോ തന്നെയാണ് നമ്മുടെ താന്ത്രകയിൽ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് പിന്നെന്താ, ബീഹാറിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു മഹാരാഷ്ട്രയിൽ നിന്ന് ബീഹാറിൽ നിന്നൊക്കെ ഉള്ളതുണ്ടെന്ന്. ബീഹാറിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഖാദിയുടെ തന്നെയാണ്. ഖാദിയുടെ മെറ്റീരിയലിലെ ബാത്തിക് പ്രിന്റ്, അതും ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ്. നേരത്തെ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഗുജറാത്തിൽ നിന്നുള്ള വാക്സ് ബാത്തിക്കിൻ്റെ ഡ്രസ് മെറ്റീരിയൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ വാക്സ് ബാത്തിക് അല്ല, കൈകൊണ്ട് ചെയ്തെടുക്കുന്ന ബാത്തിക്കാണ്. അത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഖാദി സിൽക്കിലാണ്. ഇത് വരുമ്പോൾ ഇതിൻ്റെ ടോപ്പാണ്. ഇത് ടോപ്പ് മെറ്റീരിയലാണ്. പിന്നെ വന്നിട്ട് ഇത് ബോട്ടം. ഇതാണ് കോമ്പിനേഷൻ വരുന്നത്. ഇതിനകത്തും ഈ പറഞ്ഞ സെയിം ബാത്തിക്കിന്റെ പ്രിന്റ് ബോട്ടത്തിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും എപ്പോഴും ദുപ്പട്ട വരുന്നത്. ഓക്കെ, നമുക്ക് ഒരു പീസും കൂടി നമുക്ക് നോക്കാം. ഇതൊരു ഗ്രേ ആൻഡ് റെഡ്. ഇതധികം അങ്ങനെ ഒരു വരാത്തൊരു കോമ്പിനേഷനാണ്. ഇതാണ് ടോപ്പ് വരുന്നത്. ഇത് ബാത്തിക്ക് തന്നെയാണ്. അതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും. ഈ താഴെ ഭാഗത്ത്, ബോട്ടത്തിൻ്റെ താഴെ ഭാഗത്താണ് ഈ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇനി ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ കോമ്പിനേഷൻ വരുന്നത്. കണ്ടോ, ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ടയ്ക്ക് നല്ല നീളവും വീതിയും ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വൺ സൈഡഡ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല വിടർത്തിയിടുന്നവർക്ക്, ഇങ്ങനെ വിടർത്തിയിടുന്നവരാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്രയും നല്ല നീളവും വീതിയുണ്ട്. ഈ ഇപ്പം ഞാൻ കാണിച്ച ഗ്രേ ആൻഡ് റെഡ് അധികം കാണാത്തൊരു കോമ്പിനേഷനാണ്. പിന്നെ ഉള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൻഡ് ഓറഞ്ച്. ഗ്രീൻ ആൻഡ് ഓറഞ്ച് നമ്മൾ സാരീസിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി കാഞ്ചീവരം സാരീസിൻ്റെ ഒരു യൂഷ്വൽ കോമ്പിനേഷനാണ് ഗ്രീൻ ആൻഡ് ഓറഞ്ച്. ഇതും വരുന്നത് അതുപോലത്തെ ഒരു കോമ്പിനേഷനിലാണ്. പിന്നെ ഇത് കൂടാണ്ട് ബീഹാറിൽ നിന്നുള്ള ബഗൽപൂരിൽ നിന്നുള്ള ഡ്രസ് മെറ്റീരിയലുകളുണ്ട്. ഇതെല്ലാം ഒരു ഏകദേശം ഈ പറഞ്ഞ ഒരേ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നാച്ചുറൽ, അഗെയിൻ താന്ത്രകയുടെ സ്പെഷ്യാലിറ്റി നാച്ചുറൽ കളേഴ്സാണ്, വെജിറ്റബിൾ ഡൈ ആണ്. ഇതൊന്നും തന്നെ നമ്മുടെ ശരീരത്തിന് ഹാം വരുന്നതല്ല. എപ്പോഴും ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ്. എപ്പോഴും 24 മണിക്കൂർ നമ്മുടെ ശരീരത്തിലേക്ക് ചേർന്ന് കിടക്കുന്ന ഡ്രസ്സുകളാണ്. അതിൽ നമ്മൾ കെമിക്കൽ ഡൈ കൂടുതൽ ഉപയോഗിച്ചാൽ ലേറ്റർ സ്റ്റേജിൽ 1-2 കൊല്ലം കൊണ്ടല്ല 20-30 കൊല്ലമൊക്കെ നമ്മൾ ഇതേ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ കാലാവസ്ഥയും വേർപ്പും എല്ലാം കൂടിയാണ് നമ്മളുടെ കേരളത്തിൽ വരുന്നത്. അപ്പോൾ അലർജിക് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് സ്കിന്നിൽ ഇച്ചിങ്ങോ അങ്ങനെ പലതും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യവും കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് താന്ത്രക എപ്പോഴും നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്നത്. ഒരു മിനിമം 20-25 ഇയേഴ്സിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു സാരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2500-1000 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 25 കൊല്ലത്തേക്ക് ആയില്ലേ. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് വാങ്ങണ്ടല്ലോ. അങ്ങനെ നമ്മൾ എപ്പോഴും ഹാൻഡ്ലൂമിനുള്ളത് അതാണ്, സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. റീയൂസബിൾ ടൈപ്പ് ഓഫ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഇപ്പോൾ ഒരുപാട് വേൾഡിന്റെ പല സ്ഥലത്തും റീസൈക്കിൾ, റീയൂസ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഹാൻഡ്ലൂമോ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റുകൾ വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. താന്ത്രക എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഈ താന്ത്രകയുടെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ ഇക്കോ ഫ്രണ്ട്ലിന്നോ അങ്ങനെ ഏതൊരു കോൺസെപ്റ്റിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ താന്ത്രകയുടെ എന്താ പറയുക, നമ്മൾ ഫെസിലിറ്റി എന്തൊക്കെയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഓൺലൈനിൻ്റെ സ്റ്റോർ പിക്കപ്പ് ഉണ്ട്. സ്റ്റോർ പിക്കപ്പ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഷിപ്പ് ചെയ്യുന്നതിന് പകരം ഷോപ്പിൽ വന്ന് യു ക്യാൻ കളക്ട് ഇറ്റ്. നമ്മളിവിടെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും. പേയ്മെൻ്റ് ഒക്കെ കഴിയുമ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് പിക്ക് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ഫെസിലിറ്റിയും താന്ത്രക കൊടുക്കുന്നുണ്ട്. ഓണം സീസണിൽ താന്ത്രക എപ്പോഴും സൺഡേസിൽ ഓപ്പൺ ആണ്. പക്ഷെ അല്ലാത്ത ഓഫ് സീസൺ വരുമ്പോൾ സൺഡേ ഓഫാണ്.
പക്ഷേ ആർക്കെങ്കിലും സൺഡേ വരണമെങ്കിൽ സാറ്റർഡേ എന്നെ വിളിച്ചൊന്ന് പറയുകയാണെങ്കിൽ സൺഡേ നിങ്ങൾ പറയുന്ന ടൈമിൽ താന്ത്രക തുറന്നു തരും. ഓക്കെ, അപ്പോൾ താന്ത്രകയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു 13 സ്റ്റേറ്റുകളുടെ ഉണ്ട്. നമ്മളുടെ കേരളം ഉൾപ്പെടെ, കേരളം, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, പിന്നെന്താ പഞ്ചാബ്, UP, ഇപ്പം നോർത്ത് ഈസ്റ്റ് വരെ എത്തി. നമ്മൾ തന്നെ കണ്ടുല്ലോ, ആസാമിൻ്റെ ഉണ്ട്, മേഘാലയയുടെ പ്രോഡക്റ്റുകൾ എല്ലാം ഉണ്ട്. നോർത്ത് ഈസ്റ്റ് വരെ നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് ഡിസംബറോടുകൂടി ഒരു 2-3 സ്റ്റേറ്റും കൂടി ആഡ് ആവും. നോർത്ത് ഈസ്റ്റ് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യണേ, അറിയില്ല എവിടേക്കാണ് എത്തുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ഇനി സ്റ്റോറിൽ ഡയറക്റ്റ് വന്ന് ഈ പ്രോഡക്റ്റുകളെല്ലാം കാണണമെന്നും വാങ്ങണമെന്നും താല്പര്യം ഉണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ വരിക. മെട്രോയിൽ വന്നാൽ വളരെ എളുപ്പമാണ്. അവിടുന്ന് ഒരു 50 മീറ്റർ അത്ര തന്നെ നടക്കാനുള്ളൂ. ഓക്കെ, ഇനി അതല്ല ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗീവ് മീ എ കോൾ. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ഫോണിൽ ഇപ്പോഴും ഞാൻ അവൈലബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് താന്ത്രക. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. ഫേസ്ബുക്കിൽ താന്ത്രക എന്ന് പറഞ്ഞ പേജുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്യാം. ഇനി അതല്ല യങ്സ്റ്റേഴ്സിന് ഇൻസ്റ്റാ വേണം എന്നുണ്ടെങ്കിൽ tantraga.shop അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. DM ചെയ്യാം, ഫോണിൽ കോണ്ടാക്ട് ചെയ്യാം, വാട്സപ്പിലും ഞാൻ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും താന്ത്രകയിലേക്ക് വരിക, താന്ത്രകയുടെ സ്പെഷ്യൽ പ്രോഡക്റ്റുകൾ വാങ്ങുക. പിന്നെ ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 4-5 എണ്ണം ഒരുപോലെ കല്യാണങ്ങൾക്കും ഒക്കെ വേണം എന്ന് പറഞ്ഞാൽ താന്ത്രകയ്ക്ക് ഒരു ഇത്തിരി സമയം തരണം. അത് അവിടുന്ന് നെയ്യിച്ചു കൊണ്ടുവരാൻ, സാരി നെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സമയം തന്നാൽ 3-4 മാസം തരുകയാണെങ്കിൽ ഞാൻ അതും ചെയ്തു തരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം പോലെ ഒരു പീസേ താന്ത്രകയിൽ ഉണ്ടാവുള്ളൂ, 2 പീസും ഉണ്ടാവില്ല. അത് മാത്രമാണ് താന്ത്രകയുടെ അത് സ്പെഷ്യാലിറ്റി ആയിട്ട് തന്നെ ഞാൻ പറയുന്നു. കാരണം എൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഓരോരുത്തരും ക്രൗഡിൽ സ്റ്റാൻഡ് അലോൺ ആവണം എന്നുള്ള ഒരു വാശിയിലാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ താന്ത്രകയുടെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും സ്റ്റോറിലും ഓൺലൈനും ആയിട്ട് താന്ത്രകയെ കോൺടാക്ട് ചെയ്യും. താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.